സംസ്ഥാനത്ത് ബീഫിന്റെ ലഭ്യത പലയിടങ്ങളിലും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും ഹോട്ടൽ വിപണിയെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ബീഫിന് വില കൂടുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പരാതിയാണിത്. എന്താണ് ഇതിന് കാരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വ്യാപാരികൾ എന്താണ് പറയുന്നത്? ഈ വാഹനങ്ങൾ തടയുന്നു എന്നത് പറയുമ്പോൾ തന്നെ മികച്ച എക്സ്പോർട്ടിംഗ് ആണ് നമ്മുടെ രാജ്യത്ത് ഈ മാംസത്തിനുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. ഒപ്പം ഇതിന് ചില രാഷ്ട്രീയം കൂടിയുണ്ട് എന്ന് പറയുന്നു. ചില സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ഈ മാടുകളെ കയറ്റിവിടുന്നതിന് മുമ്പ് പരിശോധനാ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. അതില്ല എന്ന് പറയുന്നു. ഇതെല്ലാം വലിയ തോതിൽ ഈ വിപണിയെ ബാധിക്കുകയല്ലേ? അഭിലാഷ്, ഈ എല്ലാ കാരണങ്ങളും ഇതിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ വ്യാപാരികളോട് പലരോടും തന്നെയും സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങൾ പൊതുവിലും ഇതെല്ലാം തന്നെയാണ്. കാരണം ഇത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇവർ പറയുന്നത്. അതിന് ഇപ്പോൾ ഈ നല്ല രീതിയിലുള്ള ഈ മാട്ടിറച്ചി കിട്ടാനുള്ള ഈ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ നിർബന്ധമാക്കിയതുകൊണ്ട് എളുപ്പത്തിൽ അവിടെ നിന്ന് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നത് ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണമായിട്ട് വരുന്നുണ്ട്. കാരണം ഇതിൽ പരിശോധനകൾ നിർബന്ധമാണ്. അതിർത്തികളിൽ അത്തരം പരിശോധനകൾ നടക്കുന്നില്ല. അതെല്ലാം കുറച്ചുകൂടി കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗുണനിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഈ രോഗബാധകളുള്ള അത്തരം കാര്യങ്ങൾക്കൊന്നും തന്നെയും സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല എന്നത് ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അങ്ങനെ കുറച്ച് ഇവിടേക്ക് കാലികൾ കൊണ്ടുവരുന്നതിന് ഒരു നിയന്ത്രണം സ്വാഭാവികമായ രീതിയിൽ എണ്ണത്തിൽ കുറവ് വരുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പക്ഷെ അതിൽ കൂടുതലായിട്ട് നടക്കുന്നത് എന്ന് പറയുന്നത് പലയിടത്തും തന്നെ ഈ കാലികളുമായിട്ട് വരുന്ന വാഹനങ്ങൾ തടയുന്നു എന്നതാണ്. അതവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല സംഘടനകളും കാര്യങ്ങളുമുണ്ട്. അത് പലർക്കു വേണ്ടിയുമാണ്. ഇത് ഒരുപക്ഷെ അവരൊന്നും യഥാർത്ഥ ഈ ആളുകളായിരിക്കുന്ന യഥാർത്ഥ രാഷ്ട്രീയ സംഘടനകളോ ആളുകളൊന്നും ആയിരിക്കില്ല. അവരുടെ പേരിലാണ് ഇത്തരം അക്രമങ്ങൾ നടക്കുന്നത് എന്നത് പറയുന്നു. അവരെ ഈ മാട്ടിറച്ചി കയറ്റുമതി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത്തരം ലോഡുകൾ പിടിച്ചെടുത്തിട്ട് അവർക്ക് മറിച്ച് വിൽക്കുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പലർക്കും തന്നെയും ഇത്തരം ഈ വിപണികളിൽ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർണാടകയും തമിഴ്നാടും ഇടങ്ങളിലെല്ലാം കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ഇതിൻ്റെ ഒരു വ്യാപാരം ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഇടങ്ങളെന്ന് പറയുന്നത്. പക്ഷേ ഇവിടങ്ങളിലെല്ലാമാണ് ഈ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ലോഡ് ഇവിടേക്ക് പോരാൻ കഴിയുന്നില്ല. ഇതിന് പലതും ഇത് പിടിച്ചെടുത്തതിന് ശേഷം അവരുമായിട്ട് വിലപേശ അവസ്ഥയിലേക്ക് വരുന്നു. ഈ